ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളൊരു വീട്ടമ്മയാണോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഏണിങ്സ് നിങ്ങളുടേതായ രീതിയിൽ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് ജോലിക്ക് പോകാനായിട്ട് പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ, അങ്ങനെയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു വരുമാന മാർഗം കണ്ടെത്താൻ വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ബിസിനസ് അവസരമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൻ്റെ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. എന്ത് കാര്യമാണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കേക്കിൻ്റെ ഹോം ബേക്കിങ്ങിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു ഹോം ബേക്കറായിട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഒരു ഹോം ബേക്കർ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന മെയിനായിട്ടുള്ള പോസിറ്റീവ്സിൽ നിന്ന് നമുക്ക് തുടങ്ങാം. നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ ഏരിയയിൽ ഹോം ബേക്കിംഗ് ഇല്ല, വീട്ടിലങ്ങനെ കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നവരില്ല എന്നുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ നിങ്ങൾക്ക് ഓർഡേഴ്സ് കിട്ടും. നിങ്ങളുടെ കേക്ക് നല്ലതാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ആ കേക്കിനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ, നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാനും ഒക്കെ അറിയാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഓർഡേഴ്സ് കിട്ടും. ഇപ്പോഴും ഒരേ ദിവസം തന്നെ 3-4 ഓർഡേഴ്സൊക്കെ കിട്ടുന്ന, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഓർഡേഴ്സൊക്കെ എടുത്ത് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഈ കേക്കിൻ്റെ മെയിൻ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഫസ്റ്റ് കാര്യമെന്ന് പറയുന്നത്, നമ്മൾ കേക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരു കഴിവ് ആ ഒരു ഐറ്റത്തിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റിയൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്, ഒരു ഐറ്റമാണ്, ഒരു ഫുഡ് ഐറ്റമാണ് കേക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഉള്ളിവടയോ നമ്മൾ പഴംപൊരിയോ ഉണ്ടാക്കുമ്പോൾ അതിൽ പ്രത്യേകിച്ച് ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ പറ്റില്ല, ടേസ്റ്റ് കൊണ്ടുവരാൻ പറ്റും. ഉറപ്പായിട്ടും ഓരോരുത്തരും ഉണ്ടാക്കുന്നതിൽ ടേസ്റ്റിൽ വ്യത്യാസം വരും. പക്ഷേ ഇവിടെ നമുക്ക് ടേസ്റ്റ് വൈസും ഒരുപാട് വെറൈറ്റി ടേസ്റ്റുകൾ നമുക്ക് കൊണ്ടുവരാം. അതേപോലെ തന്നെ നമ്മളുടെ ക്രിയേറ്റിവിറ്റി എത്രമാത്രം നന്നായിട്ട് നമ്മൾ ഡിസൈനിങ്, കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നു, ആ ഒരു ഏരിയാസിലൊക്കെ നമുക്ക് ഒരുപാട് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ള ഒരാൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു മേഖലയിൽ നല്ലപോലെ സമ്പാദിക്കാനുള്ള ഒരവസരമാണ് ഈ കേക്ക് ഹോം ബേക്കിംഗ് എന്ന് പറയുന്നത്. ഹോം ബേക്കിങ്ങിൽ കേക്ക് മാത്രമല്ല കേട്ടോ ഉൾപ്പെടുന്നത്, പക്ഷെ ഞാൻ ഇവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത് കേക്കാണ്. ഇനി നെക്സ്റ്റ് ഒരു കാര്യമെന്ന് പറയുന്നത്, ആദ്യത്തെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇതിലൊരുപാട് അവസരങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഏരിയ വൈസാണ് നമ്മളിത് നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്താൽ നല്ലതാണോ അല്ലേ എന്നുള്ളത് നമ്മുടെ ഏരിയേനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഏരിയയിൽ ഒരുപാട് പേര് ഇതുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വളർന്നു വരാനുള്ള സാധ്യതകൾ കുറവാണ്. അതേസമയം അധികം ആരും അങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓർഡേഴ്സൊക്കെ കിട്ടാനായിട്ട് തുടങ്ങും. പിന്നെ രണ്ടാമത്തെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ ഈ വർക്കിംഗ് ടൈം എന്ന് പറയുന്നതാണ്. നമ്മൾ ഒരു ജോലിക്ക് പോവുകയാണെങ്കിൽ രാവിലെ ഒരു ചിലയിടത്താണെങ്കിൽ 9:30 ആയിരിക്കും, ചിലയിടത്താണെങ്കിൽ 10 ആയിരിക്കും. അപ്പോൾ ആ ഒരു ടൈം തൊട്ടിട്ട് വൈകിട്ട് വരെയുള്ള സമയം നമ്മൾ അവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്, അല്ലേ? പക്ഷെ നമ്മൾ ഇങ്ങനെ വീട്ടിൽ ഇതുപോലെ ഒരു ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടേതായിട്ടുള്ള കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ, നമുക്ക് ഉചിതമായ രീതിയിൽ നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ മാനേജ് ചെയ്ത് ഈ പറഞ്ഞ കേക്കിൻ്റെ ബേക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് പോവാം. അത് നമ്മൾ കുറേശ്ശെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസിലൂടെ നമുക്കത് സാധ്യമാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു വീട്ടിൽ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ജോലിക്ക് പുറത്ത് പോയി ജോലി നോക്കാൻ പറ്റാത്ത ആളുകൾക്ക് നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഹോം ബേക്കിംഗ് എന്ന് പറയുന്നത്. പിന്നെ തേർഡ് കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരിക്കൽ നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ബേക്കിംഗ് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട്, നമ്മൾ ഈ ആദ്യമായിട്ട് ഐസിങ്ങൊക്കെ ചെയ്യുന്ന ടൈമിൽ ഒരുപാട് സമയമെടുക്കും എന്ന് പറയാൻ, ഞാനൊക്കെ 1 മണി വരെയൊക്കെ ഇരുന്ന്, അതായത് ഒരു 7 മണിക്ക് ഞാൻ ഇത് ക്രീമൊക്കെ അപ്ലൈ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, 7-7:30 തുടങ്ങിക്കഴിഞ്ഞാൽ
ഗ്യാപ്പ് ഇടാതെ നിന്നിട്ടും ശരിയാകാതെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടാതെ ഇരുന്നിട്ടുണ്ട് ഒരുപാട് സമയം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഐസിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇതെല്ലാം ചെയ്തൊക്കെ വരുമ്പോൾ സമയമെടുക്കും. പക്ഷേ വൺസ് നിങ്ങൾ അത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു സംഭവം നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കൊരു ഐസിങ് എന്ത് ചെയ്യാൻ പറ്റും, ക്രീം കേക്കിൻ്റെ ഒരു പരിപാടി നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആ ഒരു സ്പീഡ് എന്ന് പറയുന്നത് ഇതിൽ വളരെയധികം പെട്ടെന്ന് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഒരു ബിസിനസ് മേഖലയും കൂടെയാണ് ഈ പറഞ്ഞ ഹോം ബേക്കിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ള കാര്യം എന്ന് പറയുന്നത്, എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ള കാര്യം, എന്താ പറയുന്നത്, ഹോം ബേക്കിങ്ങിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഹോം ബേക്കറെ സംബന്ധിച്ച് അവർക്കൊരു ബോറിംഗ് ആയിട്ടുള്ള ഒരു ജോലിയല്ല ഈ കേക്ക് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. വളരെ പാഷനേറ്റായിട്ട് ചെയ്യുന്ന ഒരു ജോലിയായിരിക്കും. കാരണം ഓരോന്നും ഓരോ രീതിയിലായിരിക്കും നമുക്ക് ഓർഡേഴ്സ് കിട്ടുന്നത്. ചിലരാണെങ്കിൽ ചില രീതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞ് തരും. അപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു വിരസത എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് തോന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ അതിൽ നമ്മൾ എക്സ്പേർട്ടും കൂടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗത്തിൽ ഓരോ കേക്കും നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ദിവസം തന്നെ 10-12 ഓർഡേഴ്സൊന്നും നമുക്ക് കിട്ടില്ലല്ലോ. എന്തായാലും നമുക്ക് കിട്ടുന്നത് 1, 2, 3 ഓർഡേഴ്സ് അത്രയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അതിൽ കൂടുതൽ കിട്ടുന്നവരുണ്ടായിരിക്കും. പക്ഷേ എന്നാലും നമുക്ക് അതൊക്കെ ഭംഗിയായിട്ട് തന്നെ ഒരു ബോറിംഗ് ഇല്ലാതെ നമുക്ക് നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. പിന്നെ അത്യാവശ്യം നിങ്ങൾ നല്ലൊരു ഹോം ബേക്കറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കേക്ക് നല്ല ടേസ്റ്റിയാണ്, നിങ്ങളത് നല്ലപോലെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് എത്രയാണോ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ആ റേറ്റ് കൊടുത്ത് ആളുകൾ മേടിക്കാനായിട്ട് തയ്യാറാവും. തീർച്ചയായിട്ടും അവരത് മേടിക്കുക മാത്രമല്ല, വൺസ് അവരത് കഴിച്ചു കഴിഞ്ഞിട്ട് അവരത് മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്ത് നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മളുടെ ഡെഡിക്കേഷനും നമുക്ക് ആ മേഖലയോടുള്ള താല്പര്യവും ഒക്കെയാണ് ഈ ഹോം ബേക്കിങ്ങിൽ എനിക്ക് പ്രധാനമായിട്ട് തോന്നിയിട്ടുള്ള കാര്യം. ഇനി ഇതിൻ്റെ നെഗറ്റീവ് സൈഡ്സിലോട്ട് കടന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, ഇത് ഇച്ചിരി മെനക്കേടുള്ള പരിപാടിയാണ്. മെനക്കേട് എന്ന് പറയുന്നത് നമുക്ക് ഈ പാത്രങ്ങൾ ആകെ നമ്മൾ ക്രീം അടിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് ആകെ ഈ കിച്ചണൊക്കെ നമ്മുടെ അടുക്കള നമ്മൾ ബേക്കിങ്ങിൻ്റെ ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇച്ചിരി അലങ്കോലപ്പെടാനുള്ള സാഹചര്യങ്ങൾ വളരെയധികം കൂടുതലാണ്. പിന്നെ നമുക്ക് ഒരു ലോഡ് പണിയായിരിക്കും. നമ്മളിതെല്ലാം ചെയ്തു വന്നു കഴിയുമ്പോൾ നമുക്കതൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം ഒന്ന് റെഡിയാക്കി സെറ്റാക്കിയൊക്കെ വരാനായിട്ട് ഒരു ഇച്ചിരി സമയമെടുക്കും. അത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട എനിക്കതിൽ ആ ഹോം ബേക്കിംഗ് എനിക്ക് ഈ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നൊരു കാര്യമാണ് ഈ എപ്പോഴും ഇങ്ങനെ സ്ഥലം വൃത്തികേടായി മൊത്തം ഇങ്ങനെ ക്രീമും അതും ഇതും ഇങ്ങനെ വന്ന് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കി വരുന്ന അതൊരു ഒരു ടാസ്ക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആദ്യ കാലങ്ങളിൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ സമയം കണ്ടെത്തി നമ്മൾ പതിയെ ഐസിങ് ചെയ്യാനുള്ളൊരു ക്ഷമ നമുക്കുണ്ടാവണം. അപ്പോൾ അതിന് ഇത്തിരി ശാരീരികമായിട്ടുള്ള ഒരു അവസ്ഥയും കൂടെ ഉണ്ടാവണം. ഒരുപാട് നേരം നിൽക്കാൻ പറ്റാത്ത ആളുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരിങ്ങനെ നിന്ന് ഒരുപാട് നേരം ഇങ്ങനെ സ്ട്രെയിൻ ചെയ്ത് ഐസിങ് ചെയ്തെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനൊക്കെ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോഴും ബിസിനസ്സായിട്ടല്ല ചെയ്യുന്നത്. ഞാനെപ്പോഴും പറയാം, ഞാൻ ബിസിനസ്സായിട്ടല്ല ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. കാരണം എനിക്കിപ്പോൾ വേറെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ PSC ഒക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ ആരെങ്കിലുമൊക്കെ ഇതുപോലെ ഓർഡർ തന്നാൽ ചെയ്തു കൊടുക്കും. അങ്ങനെയാണ് പോകുന്നത്. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത്, സെക്കൻഡ് തിങ് നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്,
പഠിക്കാനുള്ള ഒരു മനസ്സ് വേണം. കാരണം നമ്മൾ പല ടൈപ്പിൽ ഇപ്പോൾ പുതുതായിട്ട് ഓരോരോ കേക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. വിദേശ രാജ്യങ്ങളിലെ കേക്കുകളൊക്കെ ഇവിടെ പോപ്പുലറായിട്ട് ഇങ്ങനെ ഓരോരുത്തർ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുതുത് വരുന്ന ആ ട്രെൻഡിനനുസരിച്ച് നമ്മൾ ഓരോ റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കാനും ഒക്കെ ഉള്ള ഒരു ഇത് വേണം. നമുക്കതിനുള്ള ഒരു മനസ്സ് വേണം. അതുപോലെ തന്നെ നമുക്ക് യുണീക്കായിട്ടുള്ള ഐഡിയാസ്, നമ്മൾക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റി അതിലോട്ട് കൊണ്ടുവരാനായിട്ടുള്ള ഒരു താല്പര്യവും നമുക്ക് ഈ ഹോം ബേക്കിങ്ങിൽ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഏത് ടൈമിലാണെങ്കിലും ഒന്ന് പുറത്ത് പോയി ഒരു ഐറ്റം മേടിക്കാനോ അല്ലെങ്കിൽ സാധനങ്ങൾ ഓർഡർ ചെയ്യും, ആരെങ്കിലും കേക്ക് ഓർഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഐറ്റംസൊക്കെ പെട്ടെന്ന് നമുക്കൊന്ന് പുറത്ത് പോകണമെങ്കിൽ പുറത്ത് പോയിട്ട് വാങ്ങിക്കാനോ ഒക്കെ ഒരു എന്താ പറയുന്നത്, ഇച്ചിരി എനർജറ്റിക് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ചിലരൊക്കെ ആണെങ്കിൽ രാവിലെ ഓർഡർ വന്നിട്ട് വൈകുന്നേരം കേക്ക് റെഡിയാക്കി വയ്ക്കാമോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഓർഡർ പോലും മിസ്സാക്കാതിരിക്കണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വെൽ പ്ലാൻഡ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു രീതിയും കൂടെ നമുക്ക് വേണം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത്രയൊക്കെ ക്വാളിറ്റീസ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇതിനൊക്കെ നമ്മൾ വില്ലിങ്ങാണ്, നമുക്ക് കുഴപ്പമില്ലാതെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഹോം ബേക്കർ ആവാം. പിന്നെ ഇതിൻ്റെ ഇനീഷ്യലായിട്ടുള്ള കുറച്ച് എക്സ്പെൻസുകൾ വരും. പക്ഷേ ഇതിൽ പല കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാവുന്നേ ഉള്ളൂ. പല ഐറ്റംസും പ്രത്യേകിച്ച് ഓവൻ പോലുള്ള എന്താ പറയുന്നത്, OTG പോലുള്ള ഓവൻ നമുക്ക് തൽക്കാലത്തേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് അത്യാവശ്യം ഒരു ചെറിയ ബീറ്ററും പിന്നെ ടേൺ ടേബിളും, അതുപോലെ ടേൺ ടേബിൾ കൂടിയ ടൈപ്പ് ടേൺ ടേബിൾ ഉണ്ട്, അത് വേണ്ട, നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ടേൺ ടേബിൾ മതി. അതുപോലെ തന്നെ പാലറ്റ് നൈഫ്, പിന്നെ ഒരു മെഷറിങ് കപ്സ്, സ്പൂൺസ്, ഇത്രയൊക്കെ മതി. അപ്പോൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് മറ്റ് ബിസിനസ്സിനെ അപേക്ഷിച്ച് വളരെ കുറവായിട്ടാണ് എനിക്കിതിൽ തോന്നിയിരിക്കുന്നത്. തുടക്കത്തിൽ തന്നെ വലിയ OTGയും 40 ലിറ്റർ അല്ലെങ്കിൽ 60 ലിറ്റർ കപ്പാസിറ്റിയിലെ OTG ഒന്നും നമ്മൾ വാങ്ങിക്കേണ്ട കാര്യമില്ല. നമ്മളിതൊക്കെ ചെയ്ത് ഒന്ന് റെഡിയായി പതിയെ വന്ന് കഴിയുമ്പോൾ നമുക്കെല്ലാം പതിയെ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നല്ല രീതിയിൽ നമുക്ക് പിന്നെ വേറൊരു പ്രധാനപ്പെട്ട പോയിൻ്റ്, ഒരു കേക്ക് നമുക്ക് ഇപ്പോൾ വാനില സ്പോഞ്ച് വെച്ചിട്ട് തന്നെ നമുക്ക് ഒത്തിരി കേക്കുകൾ ആ ഒരു റേഞ്ചിൽ നമുക്ക് ഉണ്ടാക്കാം, ആ സ്പോഞ്ച് ഉണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ. അതുപോലെ ചോക്ലേറ്റ് സ്പഞ്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് കിറ്റ്കാറ്റ് കേക്ക് ആണെങ്കിലും ചോക്ലേറ്റ് കേക്ക് ആണെങ്കിലും, അല്ലെങ്കിൽ ആ ചോക്ലേറ്റ് സ്പഞ്ചായിട്ട് വരുന്ന എല്ലാ കേക്കും അത് വെച്ച് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ അത്യാവശ്യം നമ്മുടെ റെസിപ്പിയിൽ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കണം. അത് എപ്പോൾ ചെയ്താലും അത് ഫ്ലോപ്പ് ആകാത്ത രീതിയിൽ നമ്മൾ അത്ര ഭംഗിയായിട്ട് ആ ഒരു റെസിപ്പി നമ്മൾ ട്രൈ ചെയ്ത് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഹോം ബേക്കർ ആവാം. പിന്നെ നമ്മളിതിനൊരു പെയ്ഡ് കോഴ്സിനൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനൊരിക്കലും ഒരു സ്ഥലത്തും പോയി പഠിച്ചിട്ടില്ല. പക്ഷെ ഞാനിപ്പോൾ അത്യാവശ്യം കേക്കുകൾ ഉണ്ടാക്കുന്നുണ്ട്. എനിക്കൊരാഗ്രഹമുണ്ട്, യൂട്യൂബിൽ ഞാൻ ആദ്യം എൻ്റെ തുടക്കത്തിൽ ചെയ്ത കേക്കുകളും ഇപ്പോഴത്തെ കേക്കുകളും ഒക്കെ എനിക്ക് ഒരു വീഡിയോ പോലെ ചെയ്തിടണമെന്നുണ്ട്. അപ്പം മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ ആർക്കും പറ്റും. എത്ര വലിയ 3 ടയറോ 4 ടയറോ അല്ലെങ്കിൽ വെഡ്ഡിങ് കേക്ക്സോ ഒക്കെ ചെയ്യുന്ന ആളുകൾ ഒരു കാലത്ത് വളരെ എന്താ പറയുന്നത്, മോശം രീതിയിൽ അല്ലെങ്കിൽ വളരെ ബോറായിട്ടുള്ള രീതിയിൽ ഡിസൈനിങ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആളുകളായിരിക്കും. പക്ഷേ അവർ ചെയ്ത് അവരതിൽ എക്സ്പേർട്ടായി. ഇപ്പോൾ അവരുടെ കേക്കുകൾ കാണുമ്പോൾ നമ്മൾ വാവ് അങ്ങനെ പറയുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക്, അത് തന്നെയാണ് നമ്മുടെയും കാര്യം. ഏതൊരു ജോലിയിലും അങ്ങനെയാണ്, കേക്കിലും അതുപോലെ തന്നെയാണ്. എൻ്റെയൊക്കെ തുടക്കകാലത്തെ കേക്കുകൾ കണ്ടു കഴിഞ്ഞാൽ അത് കേക്കാണെന്ന് വിചാരിക്കും. കാരണം കേക്ക് ഉണ്ടാക്കിയിട്ട് അതിലോട്ട് ഇങ്ങനെ ക്രീം ഇങ്ങനെ പൊതിഞ്ഞ് വെച്ച്, അപ്പോഴും എനിക്ക് പാലറ്റ് നൈഫ് ഉണ്ടായിരുന്നു, ടേൺ ടേബിളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞിട്ടൊരു കാര്യമില്ല, അതങ്ങനെ വരുള്ളൂ. അത് നമ്മുടെ കൈവഴക്കം പോലെ കൈ വഴങ്ങി നമ്മളത് ഉപയോഗിച്ച് നമ്മുടെ കൈ വഴങ്ങി നമ്മളതിൻ്റെ ടെക്നിക്സൊക്കെ കുറേ പഠിച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തരക്കേടില്ലാത്ത രീതിയിൽ, ആരും കുറ്റം പറയാത്ത രീതിയിൽ നമുക്ക് ഡിസൈനിങ് ഡെക്കറേഷൻ പറ്റും. പിന്നെ റെസിപ്പി വൈസ് നമ്മളെപ്പോഴും
അടിപൊളിയായിട്ട് ചെയ്യണം. നമ്മുടെ ഡെക്കറേഷൻ കുറച്ച് നമുക്ക് എങ്ങനെ വേണേൽ ഡെക്കറേഷൻ നമുക്ക് ഐസിങ് നന്നായിട്ട് അറിയാത്ത ആളുകൾക്ക് ഡെക്കറേഷൻ ചെയ്യാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ ചെയ്യാം. ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതൊക്കെ വീഡിയോ ചെയ്യാം. ആ ട്രിക്സും ടിപ്സും ഒക്കെ ഫ്ലോപ്പായി വന്നാൽ എനിക്കൊക്കെ നല്ലപോലെ നിങ്ങൾക്ക് ഈ പറഞ്ഞ നമ്മുടെ എന്താ നെഗറ്റീവ് സൈഡ്, അതായത് നമ്മൾ ഡെക്കറേഷൻ വൈസ് നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ഡെക്കറേഷൻ എന്താ പറയുന്നത്, ഐസിങ് ചെയ്തിട്ട് ശരിയായില്ല, അപ്പോൾ നമുക്കത് മറ്റുള്ളവരെ നമ്മളത് അറിയിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ കേക്കിനെ ഭംഗിയാക്കി എടുക്കാനുള്ള വിദ്യകളൊക്കെ ഉണ്ട്. ഇതൊക്കെ കേക്ക് ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ 100% പെർഫെക്ഷൻ കൊണ്ടുവരണം എന്നൊന്നും ഓർക്കേണ്ട കാര്യമില്ല. ഒറ്റ കാര്യത്തിൽ നമ്മൾ പെർഫെക്ഷൻ കൊണ്ടുവരണം, നമ്മുടെ റെസിപ്പിയുടെ കാര്യത്തിൽ. നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പി പെർഫെക്റ്റ് ആയിരിക്കണം. അതായത് പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലാരും കുറ്റം പറയരുത്. അയ്യേ ഇതെന്താ ഇങ്ങനെ രുചി എന്ന് ചിന്തിക്കാതെ കഴിക്കുന്നവർക്ക് മനസ്സും വയറും നിറയുന്ന രീതിയിൽ സന്തോഷം കൊടുക്കാനായിട്ട് നമ്മുടെ റെസിപ്പി വഴി നമുക്ക് പറ്റണം. അത്രയേ ഉള്ളൂ. എൻ്റെ ഒരു പോളിസി അതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ഈ കേക്ക് ഉണ്ടാക്കാൻ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിന്ന് ഒരുപാട് വഴികളുണ്ട്. യൂട്യൂബിൽ തന്നെ ഒരുപാട് ചാനൽസ് ഉണ്ട്, നല്ല നല്ല ചാനലുകൾ. ഇതൊക്കെ നോക്കി തന്നെയാണ് ഞാനും ഒക്കെ പഠിച്ചത്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും കുറേശ്ശെ ഈ ബേക്കിങ്ങിൻ്റെ വീഡിയോസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു മടിയും വിചാരിക്കരുത്, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടും ഉണ്ടെങ്കിലേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യും, സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എന്നാലാകുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. താങ്ക് യു.